എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കഥയും ഞാൻ കാണുന്നുണ്ട്. നിന്റെ ജീവിതത്തിലെ ഓരോ അധ്യായത്തിലും, ഓരോരോ ചുറ്റുപാടിലും, ഓരോ ബന്ധങ്ങളിലും ഞാൻ നിന്നെ ആക്കുന്നത് നിനക്ക് പഠിക്കാനും വളരാനും വേണ്ടിയാണ്. നിന്റെ ജീവിതത്തിന്റെ അടുത്ത കാലഘട്ടത്തിലേക്ക് നിന്നെ പാകപ്പെടുത്തുന്ന രീതിയിൽ നിന്നെ രൂപപ്പെടുത്താനാണ് ഞാനിത് ചെയ്യുന്നത്. മാത്രമല്ല, എന്റെ ഈ ക്രമീകരണം നീ എവിടെയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല, നീ ആരുടെ കൂടെയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടിയാണ്. നിന്റെ വളർച്ചയിൽ ബന്ധങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പലപ്പോഴും ശരിയായ സമയത്ത് തന്നെ നീ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. നിന്നെ മുന്നോട്ട് നയിക്കാനും നിന്നെ വെല്ലുവിളിക്കാനും നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്നെ പിന്തുണയ്ക്കാനും അവർ സഹായിക്കുന്നു. നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരികയും നിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുകയും നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ നയിക്കുകയും ചെയ്ത സുഹൃത്തുക്കളെക്കുറിച്ചോ വഴികാട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ അപരിചിതരെക്കുറിച്ചോ ഒന്ന് ചിന്തിക്കുക. ഈ കൂടിക്കാഴ്ചകൾ വെറും യാദൃശ്ചികതകളല്ല. അവ ഞാൻ അതീവ ശ്രദ്ധയോടെ ക്രമീകരിച്ച ദൈവീകമായ കൂടിക്കാഴ്ചകളാണ്. നിനക്ക് ആരെയാണ് വേണ്ടതെന്നും എപ്പോഴാണ് വേണ്ടതെന്നും എനിക്ക് കൃത്യമായി അറിയാം. നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയും ഒന്നെങ്കിൽ നിന്നെ വളരാൻ സഹായിക്കാനോ നിന്നെ മുന്നോട്ട് നയിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെ വിലപ്പെട്ട പാഠങ്ങൾ നിന്നെ പഠിപ്പിക്കാനോ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അതേസമയം തന്നെ ചിലപ്പോഴൊക്കെ പ്രയാസകരമായ ചുറ്റുപാടുകളിലോ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലോ ഞാൻ നിന്നെ ആക്കാറുണ്ട് എന്ന സത്യവും നാം തിരിച്ചറിയണം. അവയുടെ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ അവ സ്വീകരിക്കാൻ നിനക്ക് പ്രയാസമായിരിക്കും. നീ ഉപേക്ഷിക്കപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ മുന്നോട്ടു വഴികളില്ലാത്ത അവസ്ഥയിലാണെന്നോ നിനക്ക് തോന്നിയേക്കാം. എന്നാൽ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ പോലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആഴമേറിയ വളർച്ച സംഭവിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലാണ്. ഒരു വിത്ത് മുളയ്ക്കുന്നതിന് മുൻപ് മണ്ണിൽ അടക്കം ചെയ്യപ്പെടുകയും ഇരുട്ടിന്റെ ഒരു കാലഘട്ടം അതിജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വളരാൻ വേണ്ടി നീയും ചിലപ്പോൾ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടിവരും. നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ വേദനയോ പ്രയാസമോ ഞാൻ അനുവദിക്കില്ല. നിന്നെ ശുദ്ധീകരിക്കാനും നിന്റെ വിശ്വാസം ശക്തിപ്പെടുത്താനും നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് നിന്നെ സജ്ജനാക്കാനുമാണ് ഞാൻ ഈ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നത്. നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ കാലഘട്ടങ്ങളല്ല നിന്നെ രൂപപ്പെടുത്തിയതെന്നോ നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ അടുപ്പിച്ചതെന്നോ നീ തിരിച്ചറിയും. മറിച്ച് വെല്ലുവിളികളും പോരാട്ടങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ നിമിഷങ്ങളാണ് നിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നീ എന്നിൽ കൂടുതൽ ആഴത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നത്. നിന്റെ സ്വഭാവം പരീക്ഷിക്കപ്പെടുമ്പോഴും നിനക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധത്തിൽ വളരാൻ നീ നിർബന്ധിതനാകുമ്പോഴും ആ പോരാട്ടങ്ങളാണ് നിന്നെ ഇന്നത്തെ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പാകപ്പെടുത്തിയതെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാകും. വാസ്തവത്തിൽ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളിലൂടെയാണ് എന്റെ ദൈവീകമായ ക്രമീകരണങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. കാര്യങ്ങൾ നിന്റെ നിയന്ത്രണത്തിലല്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ എന്നെ കൂടുതൽ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ക്ഷണങ്ങളാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിന്റെ സാഹചര്യങ്ങൾ തികഞ്ഞതായിരിക്കണമെന്ന് എനിക്കില്ല. നിന്റെ അപൂർണതകളിലൂടെയും തെറ്റുകളിലൂടെയും പരാജയങ്ങളിലൂടെയും ഞാൻ പ്രവർത്തിക്കുന്നു. ജീവിതത്തിന്റെ പ്രവചനാതീതമായ നിമിഷങ്ങളിലാണ് നീ എവിടെയായിരിക്കണമോ അവിടെ ഞാൻ നിന്നെ കൃത്യമായി എത്തിക്കുന്നത്. സ്വീകരിക്കാൻ എത്ര പ്രയാസമാണെങ്കിലും എന്റെ പദ്ധതി നീ ആ നിമിഷം കാണുന്നതിനേക്കാൾ വലുതാണ്. കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്ന രീതിയിലോ ആഗ്രഹിക്കുന്ന രീതിയിലോ നടന്നില്ലെങ്കിലും നിന്റെ ജീവിതത്തിനായി ഞാൻ എഴുതുന്ന വലിയ കഥയുടെ ഭാഗമാണ് അവയെന്ന് നിനക്ക് വിശ്വസിക്കാം. അതിനാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ നിനക്ക് താങ്ങാൻ കഴിയാത്തതോ ആയ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നീ ആയിരിക്കുന്ന ഓരോ ഇടത്തിനും ഒരു ഉദ്ദേശ്യമുണ്ടെന്ന അറിവിൽ നിനക്ക് വിശ്രമിക്കാം. നീ വിജയത്തിലാണെങ്കിലും പോരാട്ടത്തിലാണെങ്കിലും നിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കൃത്യമായ ഇടത്താണ് നീ ഇപ്പോൾ ഉള്ളത്. നീ കണ്ടുമുട്ടുന്ന ബന്ധങ്ങളും നീ ആയിരിക്കുന്ന ചുറ്റുപാടുകളും നീ കടന്നുപോകുന്ന കാലഘട്ടങ്ങളുമെല്ലാം നിന്റെ വിളിക്കും ലക്ഷ്യത്തിനുമായി നിന്നെ ഒരുക്കാൻ ദൈവീകമായി ക്രമീകരിക്കപ്പെട്ടവയാണ്. ഇതെപ്പോഴും കാണാനോ മനസ്സിലാക്കാനോ എളുപ്പമല്ല. എങ്കിലും സത്യം ഇതാണ്: ഞാൻ നിന്നെ നയിക്കുകയും രൂപപ്പെടുത്തുകയും ശരിയായ സമയത്ത് ശരിയായ സാഹചര്യങ്ങളിൽ നിന്നെ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായാലും ചീത്തയായാലും ഓരോ സാഹചര്യവും നിന്റെ വളർച്ചയ്ക്കും നിന്റെ ജീവിതത്തിലെ എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ജീവിതം അപ്രതീക്ഷിതമായ രീതിയിൽ നിന്നെ വെല്ലുവിളിക്കാറുണ്ട്. പലപ്പോഴും നിന്നെ അസ്വസ്ഥനാക്കുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളിൽ എത്തിക്കാറുണ്ട്. അത്തരം നിമിഷങ്ങളിൽ നിരാശനാകാനോ എന്തിനാണ് ഈ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്നതെന്ന് ചിന്തിക്കാനോ എളുപ്പമാണ്.
എങ്കിലും പോരാട്ടങ്ങൾക്കിടയിൽ നീ തിരിച്ചറിയാതെ പോകുന്നത് ഈ വെല്ലുവിളികൾ നിന്നെ പരാജയപ്പെടുത്താനുള്ള തടസ്സങ്ങളല്ല എന്നതാണ്. മറിച്ച് അവ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാണ്. വിത്ത് മണ്ണിലെ ഇരുട്ടിൽ കിടന്നാലേ പുതിയ ഒന്നായി മുളച്ചു വളരൂ എന്ന് പറയുന്നതുപോലെ, നീ ആരായിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ നിലയിലേക്ക് മാറാൻ നീയും ചിലപ്പോൾ പ്രയാസങ്ങളെയും അസ്വസ്ഥതകളെയും നേരിടേണ്ടിവരും. ഏതൊരു പ്രയാസകരമായ സാഹചര്യത്തിന്റെ തുടക്കത്തിലും നിന്റെ സാഹചര്യങ്ങളുടെ ഭാരത്താൽ നീ അടിച്ചമർത്തപ്പെടുകയാണെന്ന് നിനക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. നീ ഒറ്റപ്പെട്ടുവെന്നോ വഴിതെറ്റിയെന്നോ നിനക്ക് തോന്നാം. നിനക്കുണ്ടായിരുന്ന വ്യക്തതയും പ്രകാശവും നഷ്ടപ്പെട്ടതായി നിനക്ക് അനുഭവപ്പെടും. മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിട്ട വിത്തിനെപ്പോലെ നിനക്കും നിന്റെ ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ പ്രകാശം കാണാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ കാലക്രമേണ അദൃശ്യമായി ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും എന്നതാണ് ഈ പ്രക്രിയയുടെ മനോഹാരിത. ഇരുട്ടെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ മാറ്റത്തിനുള്ള വളക്കൂറുള്ള മണ്ണാണ്. ഈ അവസ്ഥയിൽ ഞാൻ പ്രവർത്തിക്കുകയാണ്. നീ ആരായി മാറണമോ ആ നിലയിലേക്ക് നിന്നെ രൂപപ്പെടുത്താൻ ഞാൻ ഈ വെല്ലുവിളികളെ ഉപയോഗിക്കുന്നു. നിനക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിന്നെ പരീക്ഷിക്കുക മാത്രമല്ല, നിന്നെ രൂപപ്പെടുത്തുക കൂടിയാണ്. അവ നിന്റെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്നു, നിന്റെ ക്ഷമ വർദ്ധിപ്പിക്കുന്നു, നിന്റെ വിശ്വാസത്തെ ദൃഢമാക്കുന്നു. എല്ലാം എളുപ്പവും സുഖകരവുമാകുമ്പോൾ ശക്തനാണെന്ന് തോന്നാൻ എളുപ്പമാണ്. എന്നാൽ പ്രതിസന്ധികളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് നിന്റെ യഥാർത്ഥ കരുത്ത് നീ തിരിച്ചറിയുന്നത്. സ്വർണം തീയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ നിന്റെ ഹൃദയവും ആത്മാവും ജീവിതത്തിലെ അഗ്നിപരീക്ഷകളിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. നിന്റെ ഉള്ളിൽ മാറേണ്ട കാര്യങ്ങളെ ഈ പരീക്ഷണങ്ങൾ പുറത്തുകൊണ്ടുവരുന്നു. അഹങ്കാരം, അക്ഷമ, ഭയം അല്ലെങ്കിൽ അരരക്ഷിതാവസ്ഥ. സുഖകരമായ സാഹചര്യങ്ങളിൽ നീ ശ്രദ്ധിക്കാതെ പോയ ഈ വശങ്ങളെ പരിവർത്തനം ചെയ്യാൻ ഈ വെല്ലുവിളികൾ സഹായിക്കുന്നു. കഷ്ടതകൾ നിന്റെ സ്വഭാവം പരീക്ഷിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന മൂശകളായി മാറും. നിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്ത് അവ നിനക്ക് താങ്ങാൻ കഴിയാത്തതായി തോന്നിയിരിക്കാം. നീ എങ്ങനെ അത് അതിജീവിക്കുമെന്ന് നീ അത്ഭുതപ്പെട്ടിരിക്കാം. എന്നാൽ സമയം കടന്നുപോയപ്പോൾ ആ അനുഭവങ്ങൾ നിന്നിലുണ്ടാക്കിയ മാറ്റങ്ങൾ നീ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നീ വളർന്നു. ഒരുപക്ഷേ നീ കൂടുതൽ കരുത്തുള്ളവനായി, കൂടുതൽ കരുണയുള്ളവനായി, അല്ലെങ്കിൽ എന്റെ പദ്ധതിയിൽ കൂടുതൽ വിശ്വസിക്കുന്നവനായി മാറി. നിന്റെ വിശ്വാസം ആഴത്തിലുള്ളതായി, നിനക്കുള്ളിൽ അങ്ങനെയൊരു ശക്തിയുണ്ടെന്ന് നീ അറിഞ്ഞിട്ടുപോലുമില്ലാത്ത കരുത്ത് നീ കണ്ടെത്തി. പ്രയാസകരമായ ഈ സമയങ്ങളിലാണ് നാം ആരാണെന്നും നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നുമുള്ള നമ്മുടെ അറിവ് വികസിക്കുന്നത്. ഈ കാലഘട്ടങ്ങൾ വേദനാജനകമാണെങ്കിലും അവ നിന്റെ വളർച്ചയുടെ നിമിഷങ്ങളാണ്. പ്രവചനാതീതമായ രീതിയിൽ നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും വെല്ലുവിളികൾക്ക് കഴിയും. എല്ലാം നന്നായി നടക്കുമ്പോൾ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലാണെന്ന് നിനക്ക് തോന്നും. എന്നാൽ നിന്റെ കഴിവിനും നിയന്ത്രണത്തിനുമപ്പുറമുള്ള ഒരു വെല്ലുവിളി നേരിടുമ്പോൾ നീ എന്നിൽ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ഈ പോരാട്ടത്തിന്റെ നിമിഷങ്ങളിലാണ് നീ എന്നെ പൂർണ്ണമായി വിശ്വസിക്കാനും നിന്റെ ഭയവും ആശങ്കകളും എന്നിൽ അർപ്പിക്കാനും പഠിക്കുന്നത്. ജീവിതത്തിലൂടെ നീ ഒറ്റയ്ക്ക് നടക്കേണ്ടവനല്ലെന്ന് നീ തിരിച്ചറിയുന്നു. ചുറ്റും ഇരുട്ടാണെങ്കിലും മലകളെ മാറ്റാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ ശക്തി നീ കണ്ടെത്തുന്നു. കഷ്ടപ്പാടുകളുടെ സമയങ്ങളിൽ നിന്റെ ജീവിതം നിന്റെ സാഹചര്യങ്ങളാലല്ല, മറിച്ച് എന്നോടുള്ള നിന്റെ ബന്ധത്താലാണ് നിർണയിക്കപ്പെടുന്നത് എന്ന് നീ ഓർമ്മിക്കപ്പെടുന്നു. മണ്ണ് തന്നെ പോഷിപ്പിക്കുമെന്ന് വിത്ത് വിശ്വസിക്കുന്നതുപോലെ നിന്റെ വെല്ലുവിളികൾ നിന്നെ ശക്തിപ്പെടുത്താനും വരാനിരിക്കുന്നവയ്ക്കായി നിന്നെ ഒരുക്കാനും ഞാൻ ഉപയോഗിക്കുമെന്ന് നീ വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനത് നിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുവെന്നറിഞ്ഞ് നിനക്ക് ആശ്വസിക്കാം. വലിയ ഒന്നിനായി ഞാൻ നിന്നെ ഒരുക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ അടുത്ത കാലഘട്ടത്തിലേക്ക് ആവശ്യമായ കരുത്തും ജ്ഞാനവും പ്രതിരോധശേഷിയും ഞാൻ നിനക്ക് നൽകുന്നു. മാത്രമല്ല, വെല്ലുവിളികൾ നിന്നിൽ സഹാനുഭൂതിയും കരുണയും വളർത്തുന്നു. നീ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനുള്ള ആഴമേറിയ കഴിവ് നിനക്ക് ലഭിക്കുന്നു. നിന്റെ പോരാട്ടങ്ങൾ മറ്റുള്ളവരുടെ വേദനയിൽ അവരോടൊപ്പം നടക്കാനും നിന്റെ അനുഭവത്തിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകാനും നിന്നെ പ്രാപ്തനാക്കുന്നു. അങ്ങനെ നിന്റെ വെല്ലുവിളികൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും പരസ്പരം ഭാരങ്ങൾ ചുമക്കാനും ഒരുമിച്ച് വളരാനുമുള്ള വഴിയായി മാറുന്നു. വളർച്ച എന്നത് എപ്പോഴും ഒരു നേർരേഖയിലുള്ള കാര്യമല്ലെന്ന് നീ ഓർക്കണം. ചില കഷ്ടപ്പാടുകൾ തീരാത്തതുപോലെ നിനക്ക് തോന്നും. നിനക്കുണ്ടാകുന്ന പുരോഗതി പെട്ടെന്ന് കാണാൻ കഴിയില്ലായിരിക്കാം. നീ മുന്നോട്ട് 2 അടി വയ്ക്കുമ്പോൾ 1 അടി പുറകോട്ടു പോയെന്ന് വരാം. സംശയങ്ങളും അനിശ്ചിതത്വങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ഫലം കാണുന്നില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഒരു ചെടി വളരാൻ സമയമെടുക്കുന്നതുപോലെ
നിന്റെ ആത്മീയവും വ്യക്തിപരവുമായ വളർച്ചയ്ക്കും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. വിത്ത് ഒറ്റ രാത്രി കൊണ്ട് മുളയ്ക്കില്ല, നീയും അങ്ങനെ തന്നെ. എന്നാൽ ശരിയായ സമയത്ത് നിമ്മിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലം നൽകും. പരമമായി പറഞ്ഞാൽ, ഞാൻ നിന്നെ എന്തിനായി സൃഷ്ടിച്ചുവോ അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങാനുള്ള അവസരങ്ങളാണ് ഈ വെല്ലുവിളികൾ. അവ നിന്റെ കരുത്തും ബലഹീനതയും വെളിപ്പെടുത്തുന്നു, നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു, നിന്റെ സ്വഭാവത്തെ വികസിപ്പിക്കുന്നു. ഒടുവിൽ ഞാൻ നിനക്കായി ഒരുക്കിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ നിന്നെ അവ പ്രാപ്തനാക്കുന്നു. അതിനാൽ അടുത്ത തവണ ഒരു പ്രയാസകരമായ സാഹചര്യം നേരിടുമ്പോൾ അതിനെ ഒരു തടസ്സമായല്ല, വളർച്ചയ്ക്കുള്ള ഒരു അവസരമായി കാണാൻ ശ്രമിക്കുക. വേദനയിലോ അസ്വസ്ഥതയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ആ നിമിഷം ഞാൻ നിന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നിന്നോട് തന്നെ ചോദിക്കുക. നിന്നിലെ എന്തിനെയാണ് ഞാൻ ശുദ്ധീകരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നത്? ഞാൻ നിന്നെ സൃഷ്ടിച്ച ആ രൂപത്തിലേക്ക് മാറാൻ നിന്റെ ഏതു ഭാഗമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്? വെളിച്ചം കണ്ടെത്താൻ വിത്ത് ഇരുട്ടിനെ ഭേദിച്ചു വരേണ്ടതുണ്ട്. അതുപോലെ എന്റെ പദ്ധതിയുടെ പൂർണ്ണത അനുഭവിക്കാൻ നീയും ജീവിതത്തിലെ പ്രയാസകരമായ നിമിഷങ്ങളെ അതിജീവിക്കണം. വെല്ലുവിളികൾ നിന്റെ കഥയുടെ അവസാനമല്ല, അവ പുതിയൊരു തുടക്കമാണ്, മെച്ചപ്പെട്ട ഒന്നിന്റെ തുടക്കം. നിന്റെ സ്വഭാവം വളരുന്ന, നിന്റെ വിശ്വാസം ശക്തമാകുന്ന, നിന്റെ ഭാവി രൂപപ്പെടുന്ന മണ്ണാണത്. ജീവിതയാത്രയിൽ നമ്മെ പരീക്ഷിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എന്ന് നാം ചിന്തിച്ചേക്കാം. എങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഈ പ്രയാസകരമായ സമയങ്ങൾ ലക്ഷ്യമില്ലാത്തവയല്ലെന്ന് നമുക്ക് മനസ്സിലാകും. ഓരോ നിമിഷവും നിന്റെ പോരാട്ടങ്ങൾ പോലും നിന്നെ ശുദ്ധീകരിക്കാനും രൂപപ്പെടുത്താനും നിന്റെ ജീവിതത്തിലെ എന്റെ വിളിക്ക് നിന്നെ ഒരുക്കാനുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്വർണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ പോലെ നിന്റെ പരീക്ഷണങ്ങൾ നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും നിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വരാനിരിക്കുന്നവയ്ക്കായി നിന്നെ സജ്ജനാക്കുകയും ചെയ്യുന്നു. വേദന നിറഞ്ഞതാണെങ്കിലും ഓരോ വെല്ലുവിളിയും നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കുള്ള ഒരുക്കമാണ്. സ്വർണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഞാൻ നിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. സ്വർണം അതിന്റെ ശുദ്ധമായ രൂപത്തിലല്ല കാണപ്പെടുന്നത്. അത് കണ്ടെത്തുമ്പോൾ അതിൽ മാലിന്യങ്ങൾ കലർന്നിരിക്കും. സ്വർണത്തെ മൂല്യമുള്ളതാക്കാൻ അത് കഠിനമായ ചൂടിലൂടെ കടന്നുപോകണം. തീ സ്വർണത്തെ ഉരുക്കുന്നു, മാലിന്യങ്ങളെ മാറ്റുന്നു. ശുദ്ധീകരണത്തിന് ശേഷം അവശേഷിക്കുന്നത് കരുത്തുള്ളതും വിലപ്പെട്ടതുമായ ശുദ്ധമായ സ്വർണമാണ്. അതുപോലെ ജീവിതത്തിലെ അഗ്നിപരീക്ഷകളും നിരാശകളും വെല്ലുവിളികളും നിന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ ഉരുക്കിക്കളയാൻ ഞാൻ അനുവദിക്കുന്നു. ഭയം, അഹങ്കാരം, സംശയം, ക്ഷമിക്കാനുള്ള വൈമുഖ്യം, നിന്റെ വളർച്ചയ്ക്ക് ഗുണകരമല്ലാത്ത ഈ കാര്യങ്ങളെല്ലാം പ്രയാസകരമായ സമയങ്ങളിൽ വെളിപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അഗ്നിയിലൂടെ സ്വർണം വിലപ്പെട്ടതാകുന്നതുപോലെ നീയും വിശ്വാസത്തോടെ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോൾ കൂടുതൽ കരുത്തുള്ളവനും വിലപ്പെട്ടവനുമായി മാറുന്നു. നിന്റെ പരീക്ഷണങ്ങൾ നിന്റെ സ്വഭാവത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നീ നിന്നെക്കുറിച്ച് തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു. നിന്റെ ബലഹീനതകളും അരക്ഷിതാവസ്ഥകളും നീ തിരിച്ചറിയുന്നു. നീ വളരേണ്ട മേഖലകളെ ഈ നിമിഷങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നിന്റെ അക്ഷമയോ സ്വാർത്ഥതയോ വിശ്വാസമില്ലായ്മയോ നേരിടാൻ നിന്റെ കഠിനമായ പോരാട്ടങ്ങൾ നിന്നെ നിർബന്ധിക്കുന്നു. എന്നാൽ നിന്നെ ശിക്ഷിക്കാനല്ല ഞാനിത് ചെയ്യുന്നത്, മറിച്ച് നിന്നെ സൗഖ്യമാക്കാനും ശുദ്ധീകരിക്കാനും നിന്നെ രൂപപ്പെടുത്താനുമാണ്. ഈ പരീക്ഷണങ്ങൾ നിന്നെ തകർക്കാനല്ല, മറിച്ച് നിന്നെ കൂടുതൽ കരുത്തുള്ളവനും കരുണയുള്ളവനും എന്നെപ്പോലെയുള്ളവനുമാക്കി മാറ്റാനാണ്.